ഗൈസ് ദേ ബാക്കിൽ പുക പോയി തുടങ്ങി. അവിടെ പുക പോകുന്നുണ്ട്. പിന്നെ കൺട്രോൾസ് പഠിക്കാനായിട്ട് കുറച്ചൊരു ടാസ്ക് ഉണ്ട്. ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഒരു റെക്കമെൻഡ് ചെയ്തൊരു സംഭവമാണ്. ഒരു RC ഡോഗിന് പഠിക്കാനായിട്ട്. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് കണ്ണിങ്ങനെ ബ്ലിങ്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ RC ഡോഗിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ളത് കമൻറ്റ് അടിച്ചോളൂ. സോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ പല പ്രൊഡക്ട്സും വാങ്ങുന്നത്. സോ മാക്സിമം കമൻറ്റ് അടിക്കുക നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത്. സോ ഈ വീഡിയോക്ക് ഒരു 5K ലൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ അടുത്തത് എന്തായാലും വാങ്ങുന്നതായിരിക്കും. നമ്മുടെ RC ഡോഗ് അവിടെ വന്നിട്ടുണ്ട്. സോ എടുത്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഐറ്റമാണ്. സോ എന്തായാലും കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, നമ്മുടെ RC ഡോഗ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റമാണ്, വേറെ ഒന്നുമല്ല. സോ ഇതാണ് നമ്മുടെ ഐറ്റം. സോ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇതല്ല, നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇവനെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതൊരു RC ഡോഗാണ്. കാരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. പിന്നെ ഒരു 4 വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട 4 വീൽ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. കുറച്ച് വെറൈറ്റി ആയി കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. സോ നമ്മുടെ പെട്ടിയുടെ മേലേക്ക് നോക്കാനാണെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരു ഫോട്ടോയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവിന് കൊടുത്തിട്ടുണ്ട്, 360 റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ കുറച്ച് ഐറ്റംസ് ബാറ്ററി അത് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പല കളർ വേരിയൻസും കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കാണുന്ന പച്ച കളറാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൽ 2 വീഡിയോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ പെട്ടിയുടെ ഇതിൽ വന്നിരിക്കുന്നത്. സോ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. പല ടൈപ്പുള്ള RC ഡോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു, പക്ഷേ ഇത് കുറച്ച് അഫോർഡബിൾ റേറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ വരണേ നോക്കാം. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾ. 2.4 GHz ഒരു കൺട്രോളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ ബാറ്ററി ഉള്ള പോർട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും 2 സ്വിച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു കേബിളും ഒരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് സ്ക്രൂസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളം ഒഴിക്കാനുള്ള ഒരു ഐറ്റമാണ്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാനായിട്ടുള്ളത്. സോ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം. സോ ഇവിടെ നിന്ന് തുറക്കാം. വാവ് ഗൈസ്, ഇവനാണ് നമ്മുടെ RC ഡോഗ്. തല ഒരു ഡോഗിൻ്റെ പോലിക്കില് കാണാനായിട്ട്. പക്ഷേ ഇതൊരു ഡ്രം ട്രക്കാണ് സംഭവം. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു വേറെ ഡ്രം ട്രക്ക് ഉണ്ട്. സോ ഞാൻ എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ കയ്യിലുള്ള വേറൊരു ഡ്രം ട്രക്കാണ്. സോ ഏതാണ്ട് ഇതിൻ്റെ ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡോഗിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു ഡോഗ് പോലെയാണ്, പക്ഷേ ഇതൊരു ഡ്രം ട്രക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് ഇവിടെയാണ് ഓണാക്കാനുള്ള സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബാറ്ററിയാണ്. നമ്മുടെ മറ്റേ സാധാ ടൈപ്പ് ബാറ്ററി അല്ല, ഇങ്ങനത്തെ ബാറ്ററിയാണ്. ഇത് റീചാർജബിളാണ്. റീചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന റിമോട്ടിൽ നമുക്കൊന്ന് ബാറ്ററി ഇട്ടിട്ട് വരാം. ഞാനിത് ഓർഡർ ചെയ്ത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു ഇത് വഴിയാണ്. പക്ഷേ നമ്മുടെ ആമസോണിലും ഇതിൻ്റെ പല വേരിയൻസ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡലൊക്കെ അതുപോലത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടിയും ഒരു വേറെ വെറൈറ്റി ആയിട്ടാണ്. 1800 ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വീണ്ടും നമ്മുടെ റീചാർജബിൾ ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതിലിടാനായിട്ട് നമ്മുടെ റീചാർജബിൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. സോ ഈ റീചാർജബിൾ ബാറ്ററിയുടെ ലിങ്ക് ഞാൻ പ്രൊട്ടൈലിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഡം ട്രക്കിൽ വേറെ ഐറ്റം കൂടി ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ പുകയൊക്കെ കൂട്ടാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. സോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ പുക കാര്യങ്ങളൊക്കെ പോകും. സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ അല്ല പാട്ടൊക്കെ പാടേണ്ട ഐറ്റം. അതിനുശേഷം ഇനി ഫുള്ള് പരിപാടിയുള്ളത് നമ്മുടെ റിമോട്ടിലാണ്. റിമോട്ടിൽ ഇതിൻ്റെ സൗണ്ട് ഓഫാക്കാനൊക്കെ പറ്റും. സോ സൗണ്ട് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗൈസ് ജീപ്പ് വില്ലീസ് കേടായ പോലെ ഇതും കേടാൻ വേണ്ടി കണ്ടേനെ. അമർത്തുമ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഇതുണ്ടോ, ഇത് ഇങ്ങനെ പൊന്തും. ഇപ്പുറത്ത് ഭാഗത്താക്കുമ്പോൾ നമ്മുടെ ഐറ്റം സ്റ്റഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ബാക്കോട്ട് ഫ്രണ്ടോട്ടൊക്കെ പോവും. നമുക്ക് നിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 360 റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഐറ്റത്തിന്. കണ്ടാ കൊള്ളാലേ, കൊള്ളയേ. അത്യാവശ്യം സ്പീഡും ഉണ്ട്. പിന്നെ ഇത് അറ്റ ടൈമിൽ ഇങ്ങടും ചേഞ്ച് ആവും ഇതിൻ്റെ പൊസിഷൻ. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ ലൈക്ക് എൻ്റെ ബാക്ക് ഭാഗം ഒന്ന് താവും. ഈ 2 പൊസിഷൻസ് ആണ്, ഈ 2 ബട്ടൺസ് ആണ് അതിൻ്റെ ബാക്കിലത്തെ ആ കാണുന്ന ടയർ ഉണ്ടല്ലോ അത് മൂവ് ചെയ്യാനായിട്ട്. വാവ്,
നൈസ്. നമുക്ക് ഇതിലത്തെ ഓരോ ബട്ടനും ഞാൻ ഓരോന്ന് കാണിച്ചു തരാം, ഇതെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന്. ഇത് ആദ്യം ഒന്ന് പൊക്കി പിടിക്കാം. സോ ഈ കാണുന്ന ബട്ടൺ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് വട്ടം തിരിയും. നോക്കിയേ, അത് അപ്പോഴാണ് ഇതിൻ്റെ 360 ഡിഗ്രി റൊട്ടേഷനും അതേപോലെ നമുക്ക് ലെഫ്റ്റിക്ക് റൈറ്റിക്ക് പോകാനൊക്കെ ഈ ഒരു ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് പോവും. കണ്ടാ, വാവ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഇത് കൺട്രോൾ ചെയ്യും. അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഓഫായി. കണ്ടാ, അമർത്തി പിടിച്ചാൽ ഇവിടെ ലൈറ്റ് ഓൺ ആവും, വീണ്ടും അമർത്തി പിടിച്ചാൽ ലൈറ്റ് ഓഫ് ആവും. സോ അത് ലൈറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അമർത്തി കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നമ്മുടെ ഈ ഒരു ഇതിനെ വെക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ റോബോട്ടിക് ഡോഗിനെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ റോബോട്ടിക് ഡോഗിനെ ഇപ്പോൾ താഴ്ത്തിയാക്കണം. ഇതിൻ്റെ ഇപ്പം നമ്മൾ വല്ല മണ്ണൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ താഴ്ത്തിക്ക് നിന്ന് ഡംപ് ചെയ്യണമെങ്കിൽ, സോ നമുക്ക് ഇതേപോലെ ഡംപാവും. കണ്ടാ, സോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓടിക്കാനൊക്കെ വരും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടൊന്ന് ഓഫ് റോഡൊക്കെ പോകണം. ഓഫ് റോഡിൽ പുള്ളി അങ്ങനെ എത്ര പെർഫോം ചെയ്യുന്നത് നമുക്ക് അറിയണമല്ലോ. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം മണ്ണിടണില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഇതിൻ്റെ മേലെ ക്യാരി ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. സോ ഈ വെള്ളം നമുക്കിതിൻ്റെ ബാക്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഐറ്റം ഓടുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ പുക പോവും. കണ്ടാ, ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ പുക പോയിട്ടില്ല, അത് ചിലപ്പോൾ ഓടിക്കുമ്പോൾ പോയിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ 2 ബട്ടൺസ് വന്നിട്ടുണ്ട്. ഈ 2 ബട്ടൺസിൻ്റെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചെയ്യാനുള്ള ഇതുണ്ടല്ലോ കാര്യങ്ങൾ, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. എന്താ, വാവ്. അത് വീണ്ടും അമർത്തി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. കൺട്രോൾസ് പഠിക്കാനായിട്ട് കുറച്ചൊരു ടാസ്ക് ഉണ്ട്, വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ ബാക്ക് സൈഡിലും പിന്നെ ഇത് ഫ്രണ്ട് സൈഡിലും അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ട്. പിന്നെ ഇത് അമർത്തി കഴിഞ്ഞാൽ വണ്ടി കണ്ടാ, ഈ ഒരു ഭാഗത്ത് ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ സൈഡോട്ട് ഇങ്ങനെ നീങ്ങും. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഗൈസ് ദേ ബാക്കിൽ പുക പോയി തുടങ്ങി. കണ്ടാ, ഇത് കാണാൻ പറ്റുന്നറിയില്ല, ഇവിടെ പുക പോകുന്നുണ്ട്. ഇതിനുള്ളിൽ ചൂടായതിന് ശേഷമാണ് ഇത് പുക പോവുക. കണ്ടാ, പുക അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ബട്ടൺ അമർത്തി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്കും, ഇത് അമർത്തി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കും പോകും. നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ RC ഡോഗ് അങ്ങനെയാണ് പറയാനായിട്ട്. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ സെറ്റപ്പ് ആയിട്ടാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ പിള്ളേർ ഒരുപാട് എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആവും. ഇരുട്ടത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റിങ്സ് കാണിക്കാനായിട്ട്. കണ്ടില്ലേ, ഇവിടെ ലൈറ്റിങ് ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഇപ്പുറത്തൊരു ലൈറ്റ് വരുന്നുണ്ട്, ബാക്കിൽ ഇങ്ങനത്തെ ലൈറ്റ് വരുന്നുണ്ട്. എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വാവ് ഗൈസ്, നമ്മുടെ ഐറ്റം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊട്ടക്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ ചായ എന്തെങ്കിലും വേണമെങ്കിലും ഇപ്പം കൊണ്ട് നമുക്ക് വരുത്തിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കളിക്കാൻ നല്ല രസമാട്ടാ. വാവ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു RC ഡോഗിനെ നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ച് നോക്കാം. സോ എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കാമല്ലോ. വിഷയം ഗൈസ്, അടിപൊളി. ഡ്രിഫ്റ്റൊക്കെ ചെയ്യണ്ടിട്ടാ ഗൈസ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഫൺ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ ഒരു RC ഡോഗിനെ ഈ കാണുന്ന സ്റ്റെപ്പ് കയറാൻ പറ്റുമോ നോക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ പുള്ളി കയറുന്നില്ല. സോ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. സോ ഞാനിതിപ്പോൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ഞാൻ അപ്പുറത്തേക്ക് എടുത്തു വയ്ക്കാൻ പോവാണ്. ഓക്കെ, സെറ്റ്. ഇനി ബാക്കിൽ പൊന്തിച്ചിട്ട് ഗൈസ് എളുപ്പമല്ല, കയറാൻ എളുപ്പമല്ല ഗൈസ്. ഈ ഒരു പൊസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ശരിക്കൊരു പട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണോ അതുപോലെയുണ്ട് കാണാനായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടൊന്ന് ഓഫ് റോഡ് പോവാം. ഓഫ് റോഡ് പോണത് വേറെ എവിടെ ഇല്ല, നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഗൈസ്. നമ്മുടെ റോബോട്ട് ഡോഗ് ഓഫ് റോഡിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓഫ് റോഡ് വണ്ടി ഒന്നല്ല, ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള ഒരു ഐറ്റമാണ്. സോ ഇതെന്തായാലും ഇത് വെച്ചിട്ട് ഇവിടെ പോകാൻ നോക്കാം. എൻ്റെ മോനെ ഗൈസ്, സീൻ. വാവ്, അടിപൊളി.
നോർമൽ RC കാർ പോകുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ.